ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇത്രയും വലിയ വീടോ? എടോ എനിക്ക് ഒറ്റക്ക് താമസിക്കാനോ? താൻ 5000 രൂപയുടെ വീടുണ്ടെന്ന് പറഞ്ഞല്ലേ? എടോ ആ വീട് തന്നെയാണ് ഈ വീട്. ഈ വീടാ? ഇത്രയും വലിയ വീടാ? എടോ ഇതിന്റെ ഓണർ അങ്ങ് ഓസ്ട്രേലിയയിലാ. അയാൾ എല്ലാ വർഷവും ഡിസംബർ 31 വരും, ജനുവരി 1 തിരിച്ചു പോകും. ഈ വീടൊന്ന് വൃത്തിയായിട്ടിരിക്കണം, ആ ഒരൊറ്റ കണ്ടീഷൻ അങ്ങിരിക്കുള്ളൂ. വാടകയൊന്നും പ്രശ്നമല്ല, വേണമെങ്കിൽ ഇനിയും കുറയും. പക്ഷെ അഡ്വാൻസ് 50,000 അത് മസ്റ്റാ. അതാ ഞാൻ തന്റെ അടുത്തത് ആദ്യം വാങ്ങിച്ചത്. എന്നാലും ഞാൻ ഇത്രയും വലിയ വീട്ടിലെങ്ങനെ ഒറ്റക്ക് താമസിക്കണത്? എടോ ഒറ്റയ്ക്കല്ലല്ലോ, പിന്നെ അത് ഈ ചുറ്റുവട്ടത്തൊക്കെ ആൾക്കാരുണ്ട്. അത് പറഞ്ഞ ഒരു കാര്യം ചെയ്, താക്കോല് പിടി, പേടിക്കണ്ട. അല്ല താൻ വരുന്നില്ലേ? എനിക്കിതുപോലെ വേറെ 2 ഡീലിംഗ് ഉണ്ട്. ചെടി കാറൊക്കെ ആരുടെ? എടോ അതൊക്കെ ആ ഓണറിന്റെ, അയാൾ വരും ഉപയോഗിക്കും പോവും, താൻ കാര്യമൊക്കെ ഉണ്ടാ. സാറേ, സാറ് പോലീസാണല്ലേ? മഫ്തിയിലാണ്. അല്ല തനിക്ക് എങ്ങനെ അറിയത്? ഒരുപാട് പേരെ കണ്ട അനുഭവമുള്ളതാണ് സാറേ. സാറ് ചെല്ല്. അല്ല എടോ KCB പോയാ? ഫാനൊക്കെ ഓണാക്കിട്ടേ പുതിയ ആള് വന്നു. നിങ്ങളൊക്കെ ആരാണ് ശരിക്കും? ഞങ്ങളെ വീട്ടിൽ താമസിക്കണവര്. ഈ വീട്ടിൽ താമസിച്ചാ? ഇപ്പൊ ബ്രോക്കറിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറിയുള്ളു. ഇറങ്ങിക്ക് എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാനോ? ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അതെ, ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങളുടെ വീടാ? താക്കോൽ എന്റെ കയ്യിലാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിന്റെ അകത്ത് കയറി? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു പോലീസുകാരന്റെ അടുത്താണ് നിങ്ങൾ കള്ളം പറയുന്നുള്ള കാര്യം മറക്കരുത്. ഈ താക്കോലല്ലേ? ഇതിവിടെ എല്ലാവരുടെയും കയ്യിലുള്ളതാ. ആണല്ലേ? കാണിച്ചു തരാം, ഞാൻ അങ്ങനെ വിളിക്കാം. ഓ റേഞ്ച് ഇല്ലല്ലോ. എടാ തന്നിങ്ങാട് കൊണ്ടുവന്ന അതേ ബ്രോക്കറിനോട് ഞങ്ങളെയും കൊണ്ടുവന്നേ. അങ്ങനെയാണെങ്കിലേ ഞാൻ അങ്ങനെ പോയി വിളിച്ചിട്ട് വരാം. ഇപ്പൊ എന്തായാലും കവലവരെ എത്തിയിട്ടുണ്ടാവില്ലല്ലോ. കള്ളത്തരം കാണിക്കണല്ലേ? വെയിറ്റ്. ഒരു പോലീസുകാരനോട് നിങ്ങൾ കളിക്കാന്നുള്ള കാര്യം മറക്കണ്ട. ഞാനിപ്പോ വിളിച്ചിരുന്നത് ആളാ. എന്നിട്ട് നമുക്ക് കാണാം. എന്നിട്ട് കാണാം ആരെയാണ് വീടെന്നുള്ളത്. വെയിറ്റ്.